ട്രേഡ് ആൻഡ് കൊമേഴ്സിലേക്ക് എൻട്രി ആണെങ്കിൽ അത്യാവശ്യം ട്രേഡ് അന്നത്തെ സിവിലൈസേഷനിൽ ഉണ്ടാകും. അത് ഫസ്റ്റ് ഒക്കുപ്പേഷൻ നമ്മൾ പറഞ്ഞു, പ്രൈമറി ഒക്കുപ്പേഷൻ ആയിട്ട് പറയുന്നത് അഗ്രികൾച്ചറിനെയാണ്. പക്ഷെ അഗ്രികൾച്ചർ കഴിഞ്ഞാൽ ദ സെക്കൻഡറി ഒക്കുപ്പേഷൻ ആയിട്ട് ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്തിരുന്ന ഒരു ജോബാണ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഓർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ട്രേഡ് വാസ് ഓഫ് ബാർട്ടർ സിസ്റ്റം. ബാർട്ടർ ടൈപ്പ് ആയിരുന്നു, ബാർട്ടർ സിസ്റ്റം ആയിരുന്നു. അന്ന് ഈ മണി സർക്കുലേഷനോ അങ്ങനെയൊന്നും ഇല്ല, മോണിറ്ററി സർക്കുലേഷനോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ബാർട്ടർ സിസ്റ്റം ആയിരുന്നു. ഒരു ചക്ക കൊടുത്ത് തേങ്ങ മേടിക്കുക, തേങ്ങ കൊടുത്ത് ചക്ക മേടിക്കുക, അങ്ങനത്തെ ബാർട്ടർ സിസ്റ്റം ആയിരുന്നു ഫോളോ ചെയ്തിരുന്നത്. ഇന്റേണൽ ട്രേഡും ഉണ്ട്, അതുപോലെ ഫോറിൻ ട്രേഡ് അഥവാ എക്സ്റ്റേണൽ ട്രേഡും ഉണ്ട്. ഇന്റേണൽ ട്രേഡ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, രണ്ട് സിറ്റികൾ തമ്മിൽ നടക്കുന്ന ട്രേഡുകളാണ്. ഫോർ എക്സാമ്പിൾ ഹാരപ്പയും മൊഹൻജോദാരോയും തമ്മിൽ നടക്കുന്നു. ഇനി ഹാരപ്പയ്ക്കുള്ളിൽ തന്നെ രണ്ടുപേര് തമ്മിൽ നടത്തുന്നു. ഇതൊക്കെ ഇന്റേണൽ ട്രേഡാണ്. എക്സ്റ്റേണൽ ട്രേഡ് എന്ന് വെച്ചാൽ രണ്ട് സിവിലൈസേഷൻസ് തമ്മിൽ ട്രേഡ് നടത്താറുണ്ട്. ഇപ്പം മെസപ്പൊട്ടോമിയയും ഐബീസിയും തമ്മിൽ ട്രേഡ് നടത്താറുണ്ട്, ഐബീസിയും ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ തമ്മിൽ ട്രേഡ് നടത്താറുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അത് എക്സ്റ്റേണൽ ട്രേഡ്. സാധാരണ കേസിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാറുള്ള വസ്തുക്കൾ, ഐബീസിലേക്ക് സാധാരണ കേസിൽ ഇമ്പോർട്ട് ചെയ്യാറുള്ള വസ്തുക്കൾ എന്ന് പറയുന്നത് ഒന്ന് ഗോൾഡ്, കോപ്പർ, ടിൻ, അതുപോലെ ചില സെമി പ്രഷ്യസ് സ്റ്റോൺസ്. ഇതൊക്കെ നമ്മൾ സാധാരണ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യാറാണ് പതിവ്. കാരണം ഗോൾഡ്, കോപ്പർ ഒന്നും ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തത് ഇന്ത്യക്ക് പുറത്തായി. എസ്പെഷ്യലി ഞാൻ പറഞ്ഞില്ല, അഫ്ഗാനിസ്ഥാന്റെ ഭാഗങ്ങളിലും ഒക്കെ ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യണം. എക്സ്പോർട്ടിംഗ് മെറ്റീരിയൽസ് മെജോറിറ്റിയും അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ആണ്. ഇവിടെ നിന്ന് ഉണ്ടാക്കുന്ന ഫുഡ് ഗ്രെയിൻസ് ആണ് കൂടുതലും എക്സ്പോർട്ട് ചെയ്യാറുള്ളത്, ഇൻക്ലൂഡിങ് കോട്ടൺ ഉണ്ടാവും. ഓക്കെ, അതുപോലെ പോട്ടറി, നമ്മളിവിടെ ഉണ്ടാക്കുന്ന പോട്ടറീസ് എക്സ്പോർട്ട് ചെയ്യാറുണ്ട്. ബീഡുകൾ, ചെറിയ ചെറിയ മുത്തുകൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാറുണ്ട്. ചില ടെറാക്കോട്ട സ്കൾപ്ചേഴ്സ് എക്സ്പോർട്ട് ചെയ്യാറുണ്ട്. ഐവറി പ്രോഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യാറുണ്ട്. ഇത്തരം അത്യാവശ്യം അഗ്രികൾച്ചർ, കോട്ടൺ, ടെറാക്കോട്ട സ്ട്രക്ചേഴ്സ് ഇവിടുന്ന് ഇൻഡിജിനസിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം നമ്മൾ ഇവിടുന്ന് ഇവിടെ എക്സ്പോർട്ട് ചെയ്യും. അതുപോലെ ഇമ്പോർട്ടും ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ ഇമ്പോർട്ടിങ്ങും എക്സ്പോർട്ടിങ്ങും ഒക്കെ സാധാരണ ചെയ്യുന്ന സമയത്ത് കൂടെ ചില സീലുകളും ഇവരെന്ത് ചെയ്യാറുണ്ട്, കൊടുത്തുവിടാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഏറ്റവും കൂടുതൽ എവിഡൻസുകൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഫ്രം സീൽസ് ആണ്. ഈ സീല് ഒരു അതോറിറ്റി കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തുവായിട്ടാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, അതോറിറ്റി അല്ലെങ്കിൽ ഓതറൈസേഷൻ. ഇപ്പം ഞാനൊരു കച്ചവടക്കാരനാണ്, ഞാൻ ഐബീസിൽ നിന്നുകൊണ്ട് മെസപ്പൊട്ടോമിയയിലേക്ക് പോവുകയാണെന്ന് കരുതാം. അപ്പോൾ പോകുമ്പോൾ ഞാൻ വെറും കൈയോടെ ആയിരിക്കില്ല പോവുക, എൻ്റെ കയ്യിലൊരു സീൽ ഉണ്ടാവും. ഞാൻ ഇന്ന ഭാഗത്തു നിന്നാണ് വരുന്നത്, ഇന്ന പ്രോഡക്റ്റ് ആണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ ദേ വിൽ ബി എ സീൽ. അപ്പോൾ എൻ്റെ ഓതറൈസേഷൻ കാണിക്കുന്ന സീലാണത്. ഓക്കെ, ഇതുപോലെ അവിടെ മെസപ്പൊട്ടോമിയയിൽ നിന്നും ചില ആൾക്കാർ ഇവിടെയും വന്ന് ട്രേഡ് ചെയ്യാറുണ്ട്, കൂടെ ഒരു സീലും ഉണ്ടാവും. സീലാണ് ഏറ്റവും കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു വസ്തുവായിട്ട് പറയുന്നത്. സീലിനെ കുറിച്ചും മറ്റു കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് പഠിക്കാനുണ്ട്. ഈ സീലുകളെല്ലാം തന്നെ മോസ്റ്റ്ലി വാസ് മെയ്ഡ് അപ്പ് ഓഫ് എ മെറ്റീരിയൽ നോൺ ആസ് സ്റ്റിയറ്റൈറ്റ്. ഞാൻ നിങ്ങളോട് പറയാം, ഒരു പ്രീസ്റ്റ് കിങ്ങിന്റെ സ്കൾപ്ചർ കാണിച്ചു തന്നല്ലേ, അതും ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാ? സ്റ്റിയറ്റൈറ്റ് എന്നൊരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാ സീൽ ഉണ്ടാക്കിയിരിക്കുന്നു. സ്റ്റിയറ്റൈറ്റ് എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ഉപയോഗിച്ച. അപ്പൊ ട്രേഡ് ആൻഡ് കൊമേഴ്സ് സഹായിച്ചിരുന്ന ഒന്നാണ് ഈ ഒരു സീലുകൾ എന്ന് പറയുന്നത്. പിന്നെ ട്രേഡ് ആൻഡ് കൊമേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് സംഭവങ്ങളായിരുന്നു വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്. ലൈം സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ന് 1 kg 2 kg 3 kg വെയ്റ്റ്സ് ഒക്കെ വയ്ക്കത്തില്ലേ, അതുപോലെ അന്ന് ലൈം സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന വെയ്റ്റ്സ് ആയിരുന്നു കച്ചവട ആവശ്യങ്ങൾക്കായിട്ട് തുലാസിലൊക്കെ ഇത് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, ഇവിടെ നോക്കിയേ, വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ഇന്ന് നമ്മൾ 1 kg 2 kg 3 kg ഗ്രാമൊക്കെ വെച്ചിട്ട് പറയുന്നില്ലേ, SI യൂണിറ്റും CGS യൂണിറ്റൊക്കെ വെച്ചിട്ട് പറയുന്നില്ലേ, അതൊന്നും അല്ല ആ സമയത്ത്. ആ സമയത്ത് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് 16ന്റെ മൾട്ടിപ്പിളിലായിരുന്നു, 16ന്റെ മൾട്ടിപ്പിൾസിലാണ്. എന്ന് വെച്ചാൽ 16ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ഏറ്റവും ബേസിക് യൂണിറ്റ്, പിന്നെ അങ്ങോട്ട് 16ന്റെ മൾട്ടിപ്പിൾസ്, 16 ആയിരിക്കും ബേസിക് യൂണിറ്റ്, പിന്നെ അങ്ങോട്ട് 16ന്റെ മൾട്ടിപ്പിൾസ് 32, 48, 64 ഇങ്ങനെ പോകും. ഓക്കെ, അപ്പൊ 16 ആയിരിക്കും ഏറ്റവും ബേസിക് ആയിട്ടുള്ള സംഭവം, പിന്നെ 32, 48, 64, 128 അങ്ങനെ പോകും. ഓക്കെ, അത്തരത്തിൽ 16ന്റെ മൾട്ടിപ്പിൾ വെച്ചിട്ടാണ് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. നോട്ട് ചെയ്ത് വെക്കുക, ലൈം സ്റ്റോൺ വാസ് ദി മെറ്റീരിയൽ യൂസ്ഡ്. ഇനി ആർട്ടിസൻസും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ. ഈ ആർട്ടിസൻസ് എന്ന് വെച്ചാൽ മെജോറിറ്റി വേർ പോട്ടറി മേക്കേഴ്സ്. ആർട്ടിസൻസിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാരും പോട്ടറി മേക്കേഴ്സ് ആയിരുന്നു.
പോട്ടുകൾ ഉണ്ടാക്കുന്ന ആൾക്കാർ. നോക്കി, 2 ടൈപ്പ് ഓഫ് പോട്ടുകളായിരുന്നു അന്ന് ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഉണ്ടായിരുന്നു. ഒന്ന് കളേർഡ് പോട്ട്സ്, അല്ലെ, കളർ അടിച്ചിട്ടുണ്ട്, കളേർഡ് പോട്ട്സ് ആണ്. മറ്റത് പ്ലെയിൻ പോട്ട്സ് ആണ്, ഒട്ടും കളേർഡ് അല്ലാത്ത പ്ലെയിൻ പോട്ട്സ്. 2 ടൈപ്പ് ഓഫ് പോട്ടറികൾ അന്ന് IVCയിൽ ഉപയോഗിച്ചിരുന്നു. ഒന്ന് കളേർഡ് ആയിട്ടുള്ള പോട്ടുകളും മറ്റൊന്ന് പ്ലെയിൻ പോട്ടുകളും. കളേർഡ് പോട്ട് എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയേ, 2 കളേഴ്സ് ആണ് മേജർലി ഉപയോഗിച്ചിരിക്കുന്നത്. കളർ ചെയ്യാൻ 2 കളേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഒന്ന് റെഡും മറ്റൊന്ന് ബ്ലാക്ക്. നോക്കിയേ, റെഡ് കളറിൽ ബാക്ക്ഗ്രൗണ്ട് വരച്ചു, എന്നിട്ട് ബ്ലാക്ക് ഉപയോഗിച്ച് അതിനകത്ത് ഡിസൈൻസ് വരച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരം വരയ്ക്കുന്ന പോട്ടുകളെയാണ് നമ്മൾ റെഡ് ആൻഡ് ബ്ലാക്ക് പോട്ടറി എന്ന് പറയുന്നത്. ഓക്കെ, റെഡ് ആൻഡ് ബ്ലാക്ക് പോട്ടറി എന്ന് പറയുന്നത് ഇതിനെയാണ്. ഇൻഡസ് വാലി സിവിലൈസേഷനിൽ കാണാൻ കഴിയുന്ന കളേർഡ് പോട്ട്സ് എല്ലാം തന്നെ റെഡ് ആൻഡ് ബ്ലാക്ക് പോട്ടറീസ് ആണ്. ഈ പോട്ടറി ചെറിയൊരു സംഭവമൊന്നും അല്ല, വൺ ഓഫ് ദി ആർക്കിയോളജിക്കൽ എവിഡൻസ് ആണ് ഈ പോട്ടറി എന്ന് പറയുന്നത്. ഈ പോട്ടറിക്ക് തന്നെ എവല്യൂഷൻ ഉണ്ട്. ഇപ്പോൾ നിയോളിത്തിക് കാലഘട്ടത്തിലൊക്കെ പോട്ടുകൾ ഉപയോഗിച്ചിരുന്നു, പക്ഷെ അവിടെ ഒന്നും കളറില്ല. ചാൽക്കോളിത്തിക്കിലേക്ക് വന്നപ്പോഴും കളേർഡ് അല്ല. IVCയിലേക്ക് വന്നപ്പോൾ പതുക്കെ കളേഴ്സ് വന്നു തുടങ്ങി, 2 കളേഴ്സ്, റെഡും ബ്ലാക്ക്. അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ വേദിക് കാലഘട്ടങ്ങളിലേക്ക് പോകുമ്പോൾ ഓക്കർ കളർ പോട്ടറി വരും. അത് കഴിഞ്ഞ് മഹാജനപദ പീരീഡിലേക്ക് ചെല്ലുന്ന സമയത്ത് നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ഡ് വെയേഴ്സ് വരും. എന്ന് വെച്ചാൽ ഓരോ കാലഘട്ടങ്ങളിലും പോട്ടറീസ് ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പൊ നമുക്കൊരു സ്ഥലത്തു നിന്നൊരു പോട്ട് കിട്ടിയെന്ന് കരുതുക. ആ പോട്ട് കിട്ടുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റണം, യെസ്, ഇത് ഇന്ന കാലഘട്ടത്തിലെ പോട്ടായിരുന്നു. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ബിക്കോസ് അന്ന് ഉപയോഗിച്ചിരുന്ന കളറും ഒക്കെ ഡിഫറെൻ്റ് ആണ്. ഓരോ സ്ഥലങ്ങളിലും ഓരോ കാലഘട്ടങ്ങളിലും ഡിഫറെൻറ്റ് കളേഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു പോട്ട് കിട്ടുമ്പോൾ അത് ഇന്ന കാലഘട്ടത്തിലാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അതിനെ ആർക്കിയോളജിക്കൽ സോഴ്സ് ആയിട്ട് പറയുന്നത്. ഇവിടെ ഉപയോഗിച്ച പോട്ടുകൾ റെഡ് ആൻഡ് ബ്ലാക്ക് പോട്ടറികളാണ്. അപ്പോൾ എവിടെ നിങ്ങൾ റെഡ് ആൻഡ് ബ്ലാക്ക് കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കോണം, ഇറ്റ് ബിലോങ്സ് ടു IVC ഓർ ആ കാലഘട്ടമാണ് ഈ ഒരു പോട്ടറികൾ ഉപയോഗിച്ചിരുന്നത്. ഇനി പെയിന്റ് അടിക്കാത്ത പോട്ടുകളുമുണ്ട്. ഈ കാണുന്ന പോട്ട്സ് പല ഷേപ്പിലും സൈസിലുമുള്ള പോട്ടുകളുണ്ടോ? ഈ പെയിന്റ് അടിക്കാത്ത പോട്ടുകൾ കൂടുതലും ഹൗസ് ഹോൾഡ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുക, കുക്ക് ചെയ്യുക, ഫുഡ് കുക്ക് ചെയ്യുക, അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് പല ഷേപ്പിലും സൈസിലും നമുക്ക് പെയിന്റ് അടിക്കാത്ത പ്ലെയിൻ പോട്ടുകൾ കാണാം. പക്ഷെ പെയിന്റഡ് പോട്ടുകൾ ഒരുപാട് സൈസിലൊന്നുമില്ല, ചില നിശ്ചിത സൈസിൽ മാത്രമേ ഉള്ളൂ. കൂടുതലും പെയിന്റ് അടിച്ച പോട്ടുകൾ ഒരു ലക്ഷൂറിയസ് ഐറ്റം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, ഡെക്കറേറ്റീവ് ഐറ്റം ആയിട്ടാണ് സാധാരണ ചെയ്യാറുള്ളത്. ഇപ്പോൾ എവിടെയെങ്കിലും ഷോ കേസിലൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടോ ഒക്കെയാണ് നോർമലി പെയിന്റഡ് പോട്ടുകൾ യൂസ് ചെയ്യാറുള്ളത്. മെജോറിറ്റി യൂസ് ചെയ്യുന്നത് പ്ലെയിൻ പോട്ടുകളാണ്. നോട്ട് ചെയ്ത് വച്ചേക്കാം. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ പല പല സീലുകൾ ഉപയോഗിച്ചിരുന്നു IVCയിൽ. ആ സീലുകളുടെ ജസ്റ്റ് ഒരു പിക്ചേഴ്സാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. നോക്കിയേ, ഓരോ സീലുകളിലും ഡിഫറെൻറ്റ് ആനിമൽസിനെ ഇവർ ഡെപ്പിക്ട് ചെയ്തിട്ടുണ്ട്, അല്ലെ? ഡിഫറെൻറ്റ് ഇമേജസ് ഇവർ കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, എല്ലാ സീലുകളിലും ടോപ്പിൽ ഒരു സ്ക്രിപ്റ്റ് കാണും. ഇതുപോലെ സ്ക്രിപ്റ്റ് കാണും. ഓക്കെ, ഇതെല്ലാം സ്ക്രിപ്റ്റ് ആണ്. ഈ സ്ക്രിപ്റ്റ് ഇതിലായിട്ട് ഡെസിഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് IVC എല്ലാം നമ്മൾ പ്രോട്ടോ ഹിസ്റ്റോറിക് കാലഘട്ടമായിട്ട് നോർമലി പറയുന്നത്. ഇതൊന്നും ഡെപ്പിക്ട് ചെയ്ത് കറക്റ്റ് ഡെസിഫൈ ചെയ്തിട്ടില്ല. പക്ഷേ ഈ സ്ക്രിപ്റ്റുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതെല്ലാം പിക്ടോഗ്രഫിക് ആണ്, പിക്ചേഴ്സ് അടങ്ങുന്ന സ്ക്രിപ്റ്റ് ആണ്. പിക്ടോഗ്രഫിക് ആണ് സ്ക്രിപ്റ്റ്. ഓക്കെ, പിക്ടോഗ്രഫിക് ആണ്. ഇനി ഒട്ടുമിക്ക സ്ഥലങ്ങളിലെ സ്ക്രിപ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ലൈനിൽ റൈറ്റ് ടു ലെഫ്റ്റ് പോകും, ഇങ്ങനെ എഴുതുക. രണ്ടാമത്തെ ലൈനിൽ ലെഫ്റ്റ് ടു റൈറ്റ്, വീണ്ടും റൈറ്റ് ടു ലെഫ്റ്റ്, ഇങ്ങനെ സിഗ്സാഗ് മാനറിലാണ് റൈറ്റിങ്സ് പോവാറുള്ളത്. ചില സ്ഥലങ്ങളിലെ സ്ക്രിപ്റ്റ് നമുക്ക് സ്ക്രിപ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ആദ്യത്തെ ലൈനിൽ റൈറ്റ് ടു ലെഫ്റ്റ് എഴുതും, ദെൻ ലെഫ്റ്റ് ടു റൈറ്റ്, ദെൻ റൈറ്റ് ലെഫ്റ്റ്, അങ്ങനെ പോവാറുണ്ട്. സാധാരണ കേസിൽ ഇങ്ങനെ എഴുതുന്ന സ്റ്റൈലിനെ നമ്മൾ പറയുന്ന പേരാണ് ബൂസ്ട്രോഫെഡൻ സ്റ്റൈൽ എന്ന് പറയും. ഇതൊരു സ്റ്റൈലാണ്, ഇത് സ്ക്രിപ്റ്റിന്റെ പേരല്ല, ഇതൊരു ഭാഷയല്ല. ഇങ്ങനെ എഴുതുന്ന രീതിയെ നമ്മൾ സാധാരണ കേസിൽ പറയുന്നതാണ് ബൂസ്ട്രോഫെഡൻ സ്റ്റൈൽ. അപ്പോൾ IVC സ്ക്രിപ്റ്റുകളെല്ലാം പിക്ടോഗ്രഫിക് ആണ് ആൻഡ് റിട്ടൺ ഇൻ ദിസ് മാനർ, ഇൻ ദി ബൂസ്ട്രോഫെഡൻ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കാം. പല ആനിമൽസ് ഉണ്ട്. നോക്കി, ഇതൊക്കെ യൂണിക്കോൺസ് ആണ്. പിന്നെ എലിഫന്റ് ഉണ്ട്, ടൈഗർ ഉണ്ട്, പശുപതിയുടെ സീൽ നമ്മൾ ഓൾറെഡി കാണിച്ചതാണ്. പിന്നെ ഒരു ബുള്ളിന്റെ സംഭവമുണ്ട്, പിന്നെ റൈനോസറസ് ഉണ്ട്, പിന്നെ ഒരു സ്വസ്തിക സിമ്പിൾ കാണാൻ പറ്റും. ഹിന്ദുയിസത്തിലൊക്കെ പിൻകാലത്ത് ഉപയോഗിച്ചിരുന്ന സ്വസ്തിക സിമ്പിൾ കാണാൻ പറ്റും, ഒരു പ്ലസ് സിമ്പിൾ കാണാൻ പറ്റും. ഇങ്ങനെ പല ഷേപ്പിലും സൈസിലുമുള്ള സീലുകൾ കാണാൻ പറ്റും. കൂടുതൽ സീലുകളും സ്ക്വയറിലും റെക്ടാങ്കിളിലാണ്.
പിന്നെ ചില സർക്കുലർ സീലുകളും ഉണ്ട്, അത് കൂടുതലൊന്നും കാണാൻ കഴിയില്ല. മെജോറിറ്റി ഓഫ് ദ സീൽസ് വെയർ ഓഫ് സ്ക്വയർ ഓർ റെക്ടാംഗുലർ ഷേപ്പ്. ആൻഡ് സീലുകളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് സ്റ്റിയറ്റൈറ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചാണ്. അതും കൂടി നോട്ട് ചെയ്ത് വെച്ചേക്കാം.